നിങ്ങൾക്ക് ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് വൈറലാവണോ ഫേമസ് ആവണോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിൻ്റെ ഐഡിയ. ഇപ്പോൾ ആ ഐഡിയയാണ് ഇവിടെ യൂട്യൂബിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്തെന്നറിയണ്ടേ? ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, ഭർത്താവായാലും ആരായാലും മതി, നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ എഴുതി ഒരു കമൻ്റ് ഇടുക, അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക, ഇന്നതാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതാരെങ്കിലും എടുത്ത് ഷെയർ ചെയ്യും. അപ്പോൾ ഇന്ന ആൾക്ക് ഇന്നത് പറ്റി, ഇന്ന ആൾക്ക് ഇങ്ങനെ ആണ് എന്ന് പറഞ്ഞ്. അതും വല്ല അറിയപ്പെടുന്ന ഒരു കലാകാരൻ്റെ ഭാര്യയായ അത്രയും നല്ലത്, എളുപ്പം വൈറലാവാം. അപ്പോൾ അത് ഏതെങ്കിലും ഒരു യൂട്യൂബർക്ക് കൈ കിട്ടും. അപ്പോൾ ആ യൂട്യൂബർ ഇവരെ വിളിക്കും, ചേച്ചി നിങ്ങൾ എനിക്കൊരു ഇൻ്റർവ്യൂ തരുമോ? നിങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ തുറന്നു പറയാം, നിങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യും, ആളുകൾ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് വൈറലാവുകയും ചെയ്യാം. അപ്പോൾ അവരാലോചിച്ചിട്ട് ചെറിയ വലിയ ദേഷ്യമൊക്കെ കാണും ചിലപ്പോൾ, ഭർത്താവിൻ്റെ കൂടെ ആയാലും ആരോടായാലും. അതെല്ലാം വെച്ച് ഞാൻ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തരാമെന്ന് പറയും. അങ്ങനെ ഇൻ്റർവ്യൂവിനിരിക്കുന്ന ആൾ യൂട്യൂബർ അവരുടെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അവർക്ക് ആരോടെങ്കിലും ഒരു ശത്രുതയുണ്ടെങ്കിൽ അവർ ഇച്ചിരി കൂടി ഇട്ട് പറയും. അവരെ വിഷമവും സങ്കടവും എല്ലാം കൂടി ഈ ആൾ ചോദിക്കുമ്പോൾ അവരങ്ങ് പറഞ്ഞു. അവർ ആഴത്തിലിറങ്ങി ഇവർ ചോദിക്കും, അങ്ങനെയല്ലേ ചേച്ചി, അങ്ങനെയാണോ ചേച്ചി, അങ്ങനെയാണോ ചേച്ചി, അത്രയ്ക്ക് വിഷമിച്ചില്ലേ, അതാണ് ഇതാണ്. അപ്പോൾ അവരെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീഴും. അപ്പോഴാണ് അടുത്ത ഘട്ടം. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഇത് ഞാൻ പറഞ്ഞ ശരി അല്ലേ? അങ്ങനെ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം ഈ വീഡിയോ എടുത്തിട്ട് അതവർ കണ്ടൻ്റാക്കും. ഇന്ന ആളുടെ ഭാര്യ ഇന്ന ആളെ പറഞ്ഞു, അതിൽ വാസ്തവമാണോ? അവർ ഇതിന് മറുപടി പറയണം, അല്ലെങ്കിൽ അത് സത്യമാണ് എന്ന് എല്ലാവരും വിചാരിക്കും. എന്നിട്ട് ആ യൂട്യൂബിലൊരു ക്യാപ്ഷൻ കൊടുക്കും, ഇന്ന ആളും ഇന്ന ആളുമായിട്ട് അഭിഹിതം. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ, യോ ഇന്ന ആളുമായിട്ട് അഭിഹിതം ഉണ്ടോ എന്നും പറഞ്ഞ് നമ്മളിത് തുറന്നു നോക്കും. അപ്പം അതൊന്നും ആയിരിക്കില്ല അവരത് ഈ പറയുന്നത്, പക്ഷേ ഇത് വീഡിയോ കാണാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരെല്ലാം പറയും, നിന്നെപ്പറ്റിയാണ് അവളവിടെ വന്നിരുന്ന് പറഞ്ഞത്, നീ ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ നീ തെറ്റുകാരിയാവും, നീ ഇവരോട് മറുപടി തിരിച്ച് പറയണം. ഉടനെ അവർ ഒന്നീ ഫേസ്ബുക്കിലിടും, ഞാനല്ല പ്രശ്നക്കാരി, അവളാണ് പ്രശ്നക്കാരി, അവളാണ് ഭർത്താവിനെ വഞ്ചിച്ചവൾ എന്നും പറഞ്ഞ് അവൾ ഫേസ്ബുക്കിൽ ഇടും. അപ്പോൾ ഫേസ്ബുക്കിൽ ഇട്ട ആളിനെ സപ്പോർട്ട് ചെയ്ത് വേറൊരാൾ വരും, അവളാണ് അവളെ ഭർത്താവിനെ ഇട്ട് ദുഃഖിപ്പിച്ചത്, അവൾ ഭയങ്കരിയാണ്, അവൾക്ക് വേറൊരാളുമായിട്ട് അഭിഹിതം ഉണ്ടായിരുന്നു, അത് ഭർത്താവ് കണ്ടുകൊണ്ട് വന്നു എന്നും പറഞ്ഞ് വേറൊരാൾ യൂട്യൂബിൽ ഇൻ്റർവ്യൂ കൊടുക്കും. അപ്പം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം കൂടി എടുത്തിടും, ഇതിന് ഭാര്യ മറുപടി പറയണം, ഇത് ശരിയാണോ തെറ്റാണോ, അവർ വഞ്ചിച്ചു. അപ്പം അവരടുത്ത മറുപടി, അങ്ങനെ മറുപടി പറഞ്ഞ് ഇവരങ്ങ് വൈറലാവും. അപ്പം ഇതിൻ്റെ ഇടയിൽ ഓരോരുത്തർ ഓരോന്ന് പറയും. അപ്പോൾ കുറേ ആളുകൾ, പാവം, നമ്മളെപ്പോലുള്ള കുറച്ച് ആളുകൾ, ആ പാവം സ്ത്രീ അനുഭവിച്ചതാണ് അവരെഴുതിയത്. അപ്പോൾ കുറച്ച് പേര് പറയും, അവൾ കള്ളി, മറ്റവളാണ് പാവം, എവള് ഭയങ്കരയാണ്, ആ ഭർത്താവിനായിട്ട് അത്രയും ദുഃഖിപ്പിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അടുത്ത ആൾ കമൻറ്റ് ചെയ്യും. പക്ഷെ നമ്മളെപ്പോലെ മണ്ടന്മാരിങ്ങനെ കമൻറ്റും ചെയ്ത് ഇതും പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരവിടെ നിന്ന് പണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇവർ ഈ സമയം കൊണ്ട് 5-6 ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് ഫേമസായി അവരൊരു ഇതിൽ പോവും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വൈറലാവണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറ്റിയൊരു കുറ്റം യൂട്യൂബിൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ യൂട്യൂബർമാർ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് നിങ്ങളടുത്ത് വരും, എന്നിട്ട് അവർ നിങ്ങളെ വൈറലാക്കി തരും. ഇപ്പം അതാണ് കണ്ടൻറ്റ്. അതൊരു 2-3 മാസം അങ്ങ് കൂടി നടക്കും. അവരെ അങ്ങ് വൈറലാക്കി അങ്ങ് മേല് കയറ്റും. പിന്നെ ഇവരെല്ലാം കൂടി എടുത്തിട്ട് താഴെ ഇട്ട് അവരെ ശരിയാക്കും. ഇവർക്ക് കാശുമായി, അവർക്ക് യൂട്യൂബിനൊരു വീഡിയോ ആയി. ഇവിടെ ബാക്കിയുള്ള നമ്മളെപ്പോലുള്ളവരെല്ലാം വായും തുറന്ന് ഇങ്ങനെ ഇരിക്കേ, നമ്മളിരുന്ന് അതും ഇതും പറയും. അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവർ കണ്ടൻറ്റ് ചെയ്യുന്നത്. ഇതിൽ സത്യമേത് ശരിയേതെന്ന് അവർക്ക് 2 പേർക്കേ അറിയാവുള്ളൂ. നമ്മളൊക്കെ ഓരോന്ന് ഗണിച്ചു കൂട്ടും. അതാണ് ഇപ്പോഴത്തെ
ട്രെൻഡിങ്. എങ്ങനെ വൈറലാവാമെന്ന് മനസ്സിലായില്ലേ? ആർക്കെങ്കിലും വൈറലാവണമെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒരാളെ പറ്റി ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞിട്ടാൽ മതി. അത് നമ്മളെ യൂട്യൂബർമാർ വൈറലാക്കി തരുന്നതാണ്. മറന്നു പോകരുത്. എല്ലാവരും ശ്രദ്ധിക്കുക. വൈറലാവണമെന്ന് ആഗ്രഹമുള്ളവർ ഇങ്ങനെ ചെയ്യുക.